മഹ്ശറിലെ ഏറ്റവും ഗൗരവമേറിയ രംഗങ്ങളിലൊന്നാണ് സത്യനിഷേധികളും ബഹുദൈവാരാധകരുമായ ആളുകളെ മാറ്റി നിർത്തപ്പെടുകയും അവരെയും അവർ ആരാധിച്ചുകൊണ്ടിരുന്നതിനെയും അവർക്കിടയിൽ തീർപ്പ് കൽപ്പിച്ചതിന് ശേഷം നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി കൊണ്ടുപോയി നരകത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു രംഗം. പരിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസിലും ആ വിഷയം വന്നിട്ടുണ്ട്. ഏറെ ഗൗരവത്തോടുകൂടി തന്നെ, ഏറെ പ്രാധാന്യത്തോടുകൂടി തന്നെ നമുക്കത് മനസ്സിലാക്കാം. പരിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്ത് 22 മുതൽ 24 വരെയുള്ള വചനങ്ങളിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉഹ്ശുറുൽ ലദീന ളലമൂ വഅസ്വാജഹും വമാ കാനൂ യഅ്ബുദൂൻ. ളാലിമീങ്ങളായ അതിക്രമം പ്രവർത്തിച്ച ആളുകൾ, അഥവാ ളാലിമീങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ശിർക്ക് ചെയ്യുന്നവരാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക് ഏറ്റവും വലിയ ളുൽമാണ്. ആ ളുൽമടക്കം മറ്റു ളുൽമുകൾ ചെയ്ത ആളുകളെയും അവരുടെ ഇണകളെയും, ഇവിടെ അസ്വാജഹും അവരുടെ ഇണകൾ എന്നതുകൊണ്ട് 2 അർത്ഥമാണുള്ളത്. ഒന്ന്, അവരുടെ ജീവിത പങ്കാളികൾ തന്നെ, സത്യനിഷേധത്തിലും മറ്റെല്ലാത്തിലും അവരുടെ കൂടെ നിന്നുകൊടുത്ത അവരുടെ ജീവിത പങ്കാളികൾ. അതോടൊപ്പം തന്നെ സമാനരായ ആളുകൾ എന്നും അതിനർത്ഥമുണ്ട്. സമാന ചിന്താഗതിയും സമാന വിശ്വാസവുമുള്ള ആളുകൾ, 2 ആണെങ്കിലും ശരിയാണ്. അവരെയെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടും. അതിൻ്റെ കൂടെ വമാ കാനൂ യഅ്ബുദൂൻ, അവർ ആരാധിച്ചു കൊണ്ടിരുന്നതിനെയും, വിഗ്രഹങ്ങൾ, അതേപോലെ തന്നെ ചിത്രങ്ങൾ, അൾത്താരകൾ, അതേപോലെ തന്നെ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള മനുഷ്യരോ മറ്റു വ്യക്തികളോ, ജിന്നുകളിൽപ്പെട്ടവരോ മനുഷ്യരിലോ പെട്ട ആളുകൾ, അവരും അതിൽ ഉൾപ്പെടുന്നതാണ്. അതേപോലെ തന്നെ കല്ലുകൾ, മരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം, എല്ലാറ്റിനെയും ഒരുമിച്ച് കൂട്ടും. അങ്ങനെ വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളും മരങ്ങളും അതേപോലെ തന്നെ ആരാധിക്കപ്പെട്ട, തൃപ്തിയോടുകൂടി ആരാധിക്കപ്പെട്ട വ്യക്തികൾ, മനുഷ്യരിലും ജിന്നുകളിലും പെട്ടവരും, മലക്കുകൾ ഒരിക്കലും അത് തൃപ്തിപ്പെടുകയില്ല എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളവർ ഒരുമിച്ച് കൂട്ടപ്പെടും. അതേപോലെ തന്നെ മനുഷ്യരുടെ കൂട്ടത്തിലെ തന്നെ വിശ്വാസികൾ തങ്ങൾ ആരാധിക്കപ്പെടുന്നത് ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് അവരും അതിൽ നിന്ന് ഒഴിവായിരിക്കും. അതല്ലാത്തവരെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടും. മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ അവർ ആരാധിച്ചു കൊണ്ടിരുന്ന എല്ലാറ്റിനെയും. എന്നിട്ട് പറയും ഫഹ്ദൂഹും ഇലാ സിറാത്തിൽ ജഹീം, ജഹീമിൻ്റെ വഴികളിലേക്ക്, നരകത്തിൻ്റെ വഴിയിലേക്ക് അവരെ തെളിച്ചു കൊണ്ടുപോകൂ. അവരെ നരകത്തിൻ്റെ വഴിയിലേക്ക് തെളിച്ചു കൊണ്ടുപോകൂ. വഖിഫൂഹും, അതോടൊപ്പം ഒരൽപ്പം അവരോട് അവിടെ നിൽക്കാൻ പറയുക. ഇന്നഹും മസ്ഊലൂൻ, അവരിതാ ചോദ്യം ചെയ്യപ്പെടുകയാണ്, അവരോട് ചിലത് ചോദിക്കാനുണ്ട്. അങ്ങനെ നരകാവകാശികളായ ആളുകളെ, അള്ളാഹുവിന് പുറമെ ആരാധിച്ചു കൊണ്ടിരുന്നവരെ, അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയും അങ്ങനെ അവരോടൊരൽപ്പം അവിടെ നിൽക്കാൻ വേണ്ടി പറയും. നരകത്തിലേക്കുള്ള വഴികളിൽ അവരോട് നിൽക്കാൻ വേണ്ടി പറയും. എന്നിട്ട് അവരോട് ചോദിക്കുകയും അവർ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന് സൂറത്തു സ്വാഫാത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ സൂറത്തുൽ അംബിയ 98 മുതൽ 101 വരെയുള്ള വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നക്കും വമാ തഅ്ബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം അൻതും ലഹാ വാരിദുൻ. നിങ്ങളും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്നവയും നരകത്തിലെ വിറകുകളായിരിക്കും. അൻതും ലഹാ വാരിദൂൻ, നിങ്ങളതിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെട്ട വസ്തുക്കളെല്ലാം നരകത്തിൽ കത്തിക്കപ്പെടും, വിശ്വാസികൾ ഒഴികെ, അമ്പിയാക്കളും ഔലിയാക്കളും ഒഴികെ. അതാണിവിടെ പറയുന്നത്. ഹസബു ജഹന്നം, നിങ്ങൾ മാത്രമല്ല, ഇന്നക്കും, നിങ്ങളും, വമാ തഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്നവയും, ഹസബു ജഹന്നം, നരകത്തിലെ വിറകുകളായിരിക്കും. അൻതും ലഹാ വാരിദൂൻ, നിങ്ങളും അതിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്. ലൗ കാന ഹഉലായി ആലിഹത്തം മാ വറദൂഹ, ആരാധ്യന്മാരാണെന്ന് നിങ്ങൾ കരുതിയിരുന്ന ആളുകൾ, അവർ സാക്ഷാൽ ആരാധ്യന്മാരായിരുന്നെങ്കിൽ അവർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമായിരുന്നില്ല. വകുല്ലു ഫീഹാ ഖാലിദൂൻ, അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഒഴികെ ആരാധിക്കപ്പെട്ടവരും ആരാധിച്ചവരും നരകത്തിൽ ഒരുമിച്ചായിരിക്കും. ലഹും ഫീഹാ സഫീറുൻ, അവർക്കതിൽ ഒരു തേങ്ങിക്കരച്ചിലുണ്ടാകും നരകത്തിൽ. വഹും ഫീഹാ ലാ യസ്മഊൻ, എന്നാൽ അവർ മറ്റു ഒന്നും കേൾക്കുകയില്ല. ലഹും ഫീഹാ സഫീറുൻ, അവർ തേങ്ങി കരയും നരകത്തിൽ. ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്ന,
എന്നാൽ നമ്മിൽ നിന്ന് നല്ല കലിമത്തുകൾ സ്ഥിരപ്പെട്ടവർ അഥവാ വിശ്വാസികൾ അവർ ഉലൈക അൻഹാ മുബഅദൂൻ, അവർ നരകാഗ്നിയിൽ നിന്ന് അകറ്റപ്പെടുന്നവരാകുന്നു. കാരണം നിങ്ങളും നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്നവയും നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ എതിർ ന്യായമായി ചോദിച്ചു, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമെ ആളുകൾ ആരാധിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഈസാ നബിയും നരകത്തിൽ പോകുമോ? അതിനുള്ള വ്യക്തമായ മറുപടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. നല്ല ആളുകൾ, ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്ന, നല്ലവർ അഥവാ അംബിയാക്കൾ, ഔലിയാക്കൾ, ആരാധിക്കപ്പെടുന്നത് ഇഷ്ടപ്പെടാത്ത യഥാർത്ഥ വിശ്വാസികൾ, അവർ ഒരിക്കലും നരകത്തിൽ പോവുകയില്ല. എന്നാൽ ആരാധിക്കപ്പെടുന്നതിനെ ഇഷ്ടപ്പെട്ട ആളുകൾ, ആ ആളുകൾ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും ആരാധ്യന്മാരുടെ കൂടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തിലും വിശദീകരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിന് പുറമെ ആരൊക്കെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത് ആ ആളുകളും അവരെ ആരാധിച്ചവരും ഒരുമിച്ച് കൂട്ടപ്പെടുകയും നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ദിവസമാണ് മഹ്ശർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നു. അതേപോലെ തന്നെ സൂറത്ത് യൂനുസ് 28 മുതൽ 30 വരെയുള്ള വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വയൗമ നഹ്ശുറുഹും ജമീഅ സുമ്മ നഖൂലു ലില്ലദീന അശ്റകൂ മകാനകും അൻതും വശുറകാഉകും ഫസയ്യൽനാ ബൈനഹും വഖാല ശുറകാഉഹും മാ കുൻതും ഇയ്യാനാ തഅബുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് അള്ളാഹുവിൽ പങ്കുചേർത്ത ആളുകളോട് പറയും, സുമ്മ നഖൂലു ലില്ലദീന അശ്റകൂ മകാനകും അൻതും വശുറകാഉകും, നിങ്ങളും നിങ്ങൾ പങ്കുചേർത്തവരും അവിടെ നിൽക്കൂ എന്ന് ഒരു ആഹ്വാനമുണ്ടാകും. ഫസയ്യൽനാ ബൈനഹും വഖാല ശുറകാഉഹും മാ കുൻതും ഇയ്യാനാ തഅബുദൂൻ. അങ്ങനെ അവർക്കിടയിൽ വേർതിരിക്കപ്പെടും. അവർ ആരാധിച്ചു കൊണ്ടിരുന്നവർ പറയും, മാ കുൻതും ഇയ്യാനാ തഅബുദൂൻ, ഇവർ ഞങ്ങളെ ആയിരുന്നില്ല ആരാധിച്ചു കൊണ്ടിരുന്നത് എന്ന് ആരാധിക്കപ്പെട്ടവർ ആരാധിച്ചവരെ തള്ളിപ്പറയും. ഫകഫാ ബില്ലാഹി ഷഹീദൻ ബൈനനാ വബൈനകും ഇൻ കുന്നാ അൻ ഇബാദത്തികും ലഗാഫിലീൻ, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ അല്ലാഹു മതി സാക്ഷിയായിട്ട് നിങ്ങൾ ഞങ്ങളെ ആരാധിച്ചിരുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ അശ്രദ്ധയിലായിരുന്നു എന്ന് പറഞ്ഞാൽ സാലിഹീങ്ങളും അംബിയാക്കളും അതേപോലെ തന്നെ മലക്കുകളും എല്ലാം പറയും, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല നിങ്ങൾ ഞങ്ങൾ ആരാധിച്ചത്, ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല. ഹുനാലിക തബ്ലു കുല്ലു നഫ്സിൻ മാ അസ്ലഫത്, അങ്ങനെ ഓരോ ആളുകളും അവർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പരീക്ഷിക്കപ്പെടും. വറുദ്ദു ഇലല്ലാഹി മൗലാഹുമുൽ ഹഖ് വദല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ, അവരുടെ സാക്ഷാൽ രക്ഷിതാവായ രക്ഷാധികാരിയായ അള്ളാഹുവിലേക്ക് അവർ മടക്കപ്പെടും. അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ വ്യാജ ദൈവങ്ങളെല്ലാം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നതാണ് എന്ന് സൂറത്ത് യൂനുസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതേപോലെ തന്നെ സൂറത്തുൽ ഖസസ് 62 മുതൽക്കുള്ള വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വയൗമ യുനാദീഹിം ഫയഖൂലു ഐന ശുറകാഇ അല്ലദീന കുൻതും തസ്ഉമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിളിക്കും, എന്നിട്ട് അന്ന് ചോദിക്കും, ഐന ശുറകാഇ അല്ലദീന കുൻതും തസ്ഉമൂൻ, നിങ്ങൾ ജൽപ്പിച്ചുകൊണ്ടിരുന്ന എൻ്റെ പങ്കുകാരെവിടെ? എനിക്ക് പങ്കുകാരുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ, അവരൊക്കെ എവിടെയെന്ന് അല്ലാഹു ചോദിക്കും. ഖാലല്ലദീന ഹഖ്ഖ അലൈഹിമുൽ ഖൗലു റബ്ബനാ ഹൗഉലാഇ അല്ലദീന അഗ്വൈന, അന്ന് ശിക്ഷയുടെ വാക്ക് സ്ഥിരപ്പെട്ടവർ പറയും, അല്ലാഹുവേ ഞങ്ങൾ ഇവരെ വഴിതെറ്റിച്ചു, ഞങ്ങൾ വഴിതെറ്റിയതുപോലെ തബറഅനാ ഇലൈക മാ കാനൂ ഇയ്യാനാ യഅ്ബുദൂൻ, ഞങ്ങളിതാ നിന്നിലേക്ക് ഒഴിവ് കഴിവ് പറയുന്നു, അവർ ഞങ്ങൾക്കല്ല ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നത്. വഖീല ദുഉ ശുറകാഅക്കും, നിങ്ങൾ പങ്കാളികളാക്കവരെ ആക്കിയ ആളുകളെ വിളിക്കൂ എന്ന് പറയപ്പെടും. ഫദഅൗഹും, അവർ വിളിച്ചു നോക്കും. ഫലം യസ്തജീബൂ ലഹും, അവർക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. വറഅവുൽ അദാബ, അവർ ശിക്ഷ നേർക്കുനേരെ കാണും. ലൗ അന്നഹും കാനൂ യഹ്തദൂൻ, അവർ സന്മാർഗം പ്രാപിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇങ്ങനെ സൂറത്തുൽ ഖസസിലും സൂറത്തു യൂനുസിലും അതേപോലെ തന്നെ സൂറത്തുൽ അംബിയായിലും സൂറത്തു സ്വാഫാത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അള്ളാഹുവിന് പുറമെ അള്ളാഹു അല്ലാത്ത വ്യാജ ദൈവങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചവരെയും അവർ ആരാധിച്ചു കൊണ്ടിരുന്ന വസ്തുക്കളെയും അതേപോലെ തന്നെ അവർ ആരാധിച്ചു കൊണ്ടിരുന്ന മനുഷ്യരിലും ജിന്നുകളിലും പെട്ടവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് അവരെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് വലിച്ചെറിയും. അതേ സന്ദർഭത്തിൽ അവർ ആരാധിച്ചു കൊണ്ടിരുന്ന അംബിയാക്കളും ഔലിയാക്കളും അതേപോലെയുള്ള നല്ല മനുഷ്യന്മാരെ അള്ളാഹു അവരിൽ നിന്ന് വേർതിരിക്കും. അവർ ഒഴിവ് കഴിവ് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അതിൽ നിന്ന് അകറ്റുകയും ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നു. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ശ്രദ്ധേയമായ ഒരു ഹദീസിൻ്റെ ആശയം നമുക്ക് മനസ്സിലാക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല ഉനാസുൻ, ഒരു സംഘം ആളുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഹൽ നറാ റബ്ബനാ യൗമൽ ഖിയാമ,
ഖിയാമത്ത് നാളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനെ കാണാൻ കഴിയുമോ? വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതാണ്, ഖിയാമത്ത് നാളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനെ കാണാൻ സാധിക്കുമോ? ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, ഹൽ തുദാറൂന ഫി ശംസി ലൈസ ദൂനഹാ സഹാബുൻ? ഖാലൂ ലാ യാ റസൂലല്ലാഹ്. ഖാൽ ഹൽ തുദാറൂന ഫിൽ ഖമരി ലൈലത്തൽ ബദ്രി ലൈസ ദൂനഹു സഹാബുൻ? ഖാലൂ ലാ യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മേഘമില്ലാത്ത ഒരു പകലിൽ സൂര്യനെ കാണാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? മേഘമില്ലാത്ത ഒരു രാത്രിയിൽ 14-ാം രാവിൽ ചന്ദ്രനെ കാണാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല, കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇന്നക്കും തറൗനഹു യൗമൽ ഖിയാമഹ കദാലിക്. അതേപോലെ ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വളരെ വ്യക്തമായി നേർക്ക് നേരെ കാണാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യജ്മഉല്ലാഹു നാസ്, അല്ലാഹു സകല മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടും. ഫയഖൂലു, എന്നിട്ട് പറയും, മൻ കാന യഅ്ബുദു ശൈഅൻ ഫലിയത്തബിഉഹു. നിങ്ങൾ ഓരോരുത്തരും ആരെയാണോ ആരാധിച്ചിരുന്നത് അവരെ പിന്തുടരുക. ഓരോരുത്തരും ആരെയാണോ ആരാധിച്ചത് അവരുടെ പിന്നാലെ പോവുക. ഫലിയത്തബിഉഹു. അങ്ങനെ ഫയത്ബഉ മൻ കാന യഅ്ബുദു ശംസ വയത്ബഉ മൻ കാന യഅ്ബുദുൽ ഖമറ വയത്ബഉ മൻ കാന യഅ്ബുദു ത്വവാഗീത വതബ്ഖാ ഹാദിഹിൽ ഉമ്മ ഫീഹാ മുനാഫിഖൂഹാ. അങ്ങനെ സൂര്യനെ ആരാധിച്ചവർ സൂര്യൻ്റെ പിന്നാലെ പോകും, ചന്ദ്രനെ ആരാധിച്ചവർ ചന്ദ്രൻ്റെ പിന്നാലെ പോകും. അതേപോലെ തന്നെ ദുർമൂർത്തികളെ, മറ്റു വ്യാജദൈവങ്ങളെ, വിഗ്രഹങ്ങളെ, താഗൂത്തുകളെ ആരാധിച്ചവരൊക്കെ അവയുടെ പിന്നാലെ പോകും. ഈ ഉമ്മത്തിലെ ആളുകൾ മാത്രം അവശേഷിക്കും, മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ അവശേഷിക്കുന്നതാണ്. വതബ്ഖാ ഹാദിഹിൽ ഉമ്മത്തു ഫീഹാ മുനാഫിഖൂഹ. എല്ലാ ഉമ്മത്തിലെയും, അഥവാ മുസ്ലിം ഉമ്മത്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിലുള്ള മുനാഫിഖീങ്ങൾ അടക്കമുള്ള ആളുകൾ അവിടെ ബാക്കിയാകും. ഫയഅതിയഹുമുല്ലാഹ് ഫീ ഗൈരി സൂറത്തില്ലതി യഅരിഫൂൻ. അവർക്ക് അറിയാവുന്ന രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടുത്തേക്ക് വരുന്നതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിൽ വെച്ചൊരു പ്രഖ്യാപനമുണ്ടാകും, ഓരോരുത്തരും അവരവർ ആരാധിച്ചതിൻ്റെ പിന്നാലെ പോവുക. അങ്ങനെ സൂര്യനെ ആരാധിച്ചവർ സൂര്യൻ്റെ പിന്നാലെ, ചന്ദ്രനെ ആരാധിച്ചവർ ചന്ദ്രൻ്റെ പിന്നാലെ, മറ്റു ഏതെല്ലാം വസ്തുക്കളെയാണോ ആരാധിച്ചത് എല്ലാവരും അവരുടെ പിന്നാലെ ഒരുമിച്ച് കൂടും. എന്നാൽ മുസ്ലിമീങ്ങൾ മാത്രം ബാക്കിയാവും. അവരുടെ കൂട്ടത്തിൽ മുനാഫിക്കീങ്ങളും ഉണ്ടാകും, അഥവാ മുസ്ലിമീങ്ങളായി അഭിനയിച്ച ആളുകൾ, യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളല്ല, പക്ഷേ അവരും ബാക്കിയാകും. അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നേരത്തെ അറിയാവുന്ന അല്ലെങ്കിൽ പരിചയപ്പെടുത്തപ്പെട്ട, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ മുമ്പേ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാകാം, അതല്ലാത്ത മറ്റൊരു രൂപത്തിൽ, അവർക്ക് അല്ലാഹുവിനെ മറ്റൊരു രൂപത്തിൽ തോന്നുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഫയഖൂലു, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അന റബ്ബുക്കും, ഞാനാകുന്നു നിങ്ങളുടെ രക്ഷിതാവ്. ഫയഖൂലൂൻ, അപ്പോൾ അവർ പറയും, നഊദു ബില്ലാഹി മിൻക്, നിന്നിൽ നിന്ന് ഞങ്ങൾ അല്ലാഹുവിൽ അഭയം തേടുന്നു. ഹാദാ മക്കാനുനാ ഹത്താ യഅതിയനാ റബ്ബുനാ, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളിലേക്ക് വരുന്നത് വരെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യും. കാരണം ഓരോരുത്തരും അവരാരാധിച്ചതിൻ്റെ പിന്നാലെ പോകാനാണല്ലോ പറഞ്ഞത്. ഞങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിച്ചത്, ഞങ്ങൾ അള്ളാഹു വരുന്നത് വരെ ഇവിടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടുക്കലേക്ക് വരും, പക്ഷേ നേരത്തെ അവർക്ക് പരിചയപ്പെടുത്തപ്പെട്ട രൂപത്തിലല്ല, മറ്റൊരു രൂപത്തിലാണ് വരിക. അപ്പോൾ അവർ പറയും, ഞങ്ങളുടെ റബ്ബ് വരുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. ഇവിടെ രണ്ട് കാരണങ്ങളാണ് ഇങ്ങനെ പറയാനുള്ള കാരണമെന്നാണ്. ഒന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സിഫാത്തുകൾ, അവൻ്റെ അസ്മാഉകൾ നമുക്ക് ഖുർആനിലൂടെയും ഹദീസിലൂടെയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും അന്ന് ആദ്യം അവർ അള്ളാഹുവിനെ കാണുക. അതൊരു പരീക്ഷണാർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറ്റൊരു രൂപത്തിൽ അവരുടെ മുന്നിലേക്ക് ചെല്ലുമെന്നാണ്. അവരുടെ മുന്നിലേക്ക് അവർക്ക് അറിയാത്ത ഒരു രൂപത്തിൽ അള്ളാഹു ചെല്ലുന്നതാണ്. അപ്പോൾ അവർ പറയും, ഞങ്ങൾ അള്ളാഹുവിൽ നിന്നിൽ നിന്ന് അഭയം തേടുന്നു, ഞങ്ങളിവിടെ തന്നെ വെയിറ്റ് ചെയ്യും ഞങ്ങളുടെ റബ്ബ് വരുന്നത് വരെ. ഫഇദാ അതാനാ റബ്ബുനാ അറഫ്നാ, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ അടുത്ത് വന്നാൽ ഞങ്ങൾക്ക് അള്ളാഹുവിനെ തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഒന്ന് അങ്ങനെ പറയാനുള്ള കാരണം, ഖുർആനിലും ഹദീസിലും വന്ന രൂപത്തിലുള്ള സിഫാത്തുകൾ, അതല്ലെങ്കിൽ പരിചയപ്പെടുത്തപ്പെട്ട രൂപത്തിലല്ലാതെയാണ് അള്ളാഹു വരിക. അല്ലെങ്കിൽ ഇതിനു മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവർ ഒരു തവണ കാണുന്നുണ്ട്,
ആ കണ്ട രൂപത്തിലല്ല പിന്നീട് വരുന്നത്. ഇങ്ങനെ രണ്ട് സാധ്യതകളുമുണ്ട്. രണ്ട് സാധ്യതകളും പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഫയഅതിയഹുമുല്ലാഹു ഫി സൂറത്തില്ലതി യഅരിഫൂൻ. അവർക്കറിയാവുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുന്നിലേക്ക് വരും. ഒന്നുകിൽ ഖുർആനിലും ഹദീസിലും പരിചയപ്പെടുത്തപ്പെട്ട രൂപത്തിൽ, അല്ലെങ്കിൽ മഹ്ശറിൽ വെച്ച് തന്നെ ആദ്യ തവണ അള്ളാഹു സൃഷ്ടികളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാകും. ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വരുമ്പോൾ ഫയഖൂലു അവർ പറയും, ഫയഖൂലു അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, അന റബ്ബുക്കും, ഞാനാകുന്നു നിങ്ങളുടെ റബ്ബ്. ഫയഖൂലൂൻ അൻത റബ്ബുന ഫയത്ബഊനഹു, നീയാകുന്നു ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് ഔട്ടപ്പെടും. അപ്പോൾ ഈ ഹദീസ് വളരെ ഗൗരവമേറിയ ഹദീസാണ്. എന്താണ് ഈ ഹദീസിലുള്ളത്? ഒരു പ്രഖ്യാപനമുണ്ടാകും. ഓരോരുത്തരും അവരവർ ആരാധിച്ചതിൻ്റെ പിന്നാലെ പോകണം. അങ്ങനെ എല്ലാവരും ആരാധിച്ചതിൻ്റെ പിന്നാലെ പോകുമ്പോൾ അള്ളാഹുവിനെ ആരാധിച്ചു എന്ന് അവകാശപ്പെടുന്ന മുസ്ലിമീങ്ങളും അവരുടെ കൂട്ടത്തിലെ മുനാഫിഖീങ്ങളും അവിടെ ബാക്കിയാകും. ആദ്യം അള്ളാഹു അവർക്കറിയാത്തൊരു രൂപത്തിൽ വരുമ്പോൾ അവർ പറയും, ഞങ്ങളുടെ റബ്ബ് ഇതല്ല, ഞങ്ങളുടെ റബ്ബ് വേറെയാണെന്ന് പറയും. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയായ രൂപത്തിൽ വരുമ്പോൾ അവർ പറയും, ഇതാകുന്നു ഞങ്ങളുടെ റബ്ബ്. അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ ഒരുമിച്ച് കൂടും. അള്ളാഹുവിനെ അവർ പിന്തുടരും. വയുദ്റബു ജിസ്റു ജഹന്നം. അങ്ങനെയാണ്, ആ സന്ദർഭത്തിലാണ് നരകത്തിൻ്റെ മേൽഭാഗത്തു കൂടിയുള്ള സിറാത്തിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദമായി പറയും. ആ സിറാത്ത് അവിടെ സ്ഥാപിക്കപ്പെടുന്നതാകുന്നു അതിനുശേഷം. ഇതാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഉള്ളത്. ഇനി ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്കൊരൽപ്പം കൂടി അറിവുകൾ കാണാൻ സാധിക്കും. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ പറഞ്ഞ രൂപത്തിൽ റബ്ബിനെ കാണാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. പ്രയാസമില്ലാതെ കാണാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇദാ കാന യൗമുൽ ഖിയാമത്തി അദ്ദന മുഅദ്ദിനുൻ തത്ബഉ കുല്ലു ഉമ്മത്തിൻ മാ കാനത് തഅബുദ് ഫലാ യബ്ഖാ മൻ കാന യഅബുദു ഗൈറല്ലാഹി മിനൽ അസ്നാം വൽ അൻസാബ് ഇല്ലാ യതസാഖതൂന ഫിന്നാർ. ഖിയാമത്ത് നാളായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഓരോ ആളുകളും അവർ ആരാധിച്ചിരുന്നതിൻ്റെ പിന്നാലെ പോവുക. അങ്ങനെ ഓരോ ആളുകളും അവർ ആരാധിച്ചതിൻ്റെ പിന്നാലെ പോകും. അങ്ങനെ വിഗ്രഹങ്ങളാകട്ടെ മറ്റു പ്രതിഷ്ഠകളാകട്ടെ എല്ലാവരും കൂടി എന്തു ചെയ്യും? ഇല്ലാ യതസാഖതൂന ഫിന്നാർ. അവരെല്ലാവരും നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും. എല്ലാവരും നരകത്തിലേക്ക് വീഴും. അപ്പോൾ ഓരോരുത്തരും അവർ ആരാധിച്ചതിൻ്റെ പിന്നാലെ ഫോളോ ചെയ്ത് അവരെല്ലാവരും നരകത്തിലേക്ക് പോകും. നേരത്തെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ സൂറത്തുൽ അംബിയായിൽ പറഞ്ഞ രൂപത്തിൽ, ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം, നിങ്ങളും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെയാണോ ആരാധിച്ചു കൊണ്ടിരുന്നത് അവരെല്ലാം നരകത്തിൻ്റെ വിറകുകളാണ്. അങ്ങനെ ഈ പറഞ്ഞ രൂപത്തിലുള്ള കല്ലുകളും മരങ്ങളും ചിത്രങ്ങളും രൂപങ്ങളും എല്ലാം നരകത്തിലേക്ക് പോകും. അതിൻ്റെ പിന്നാലെ അവയെ ആരാധിച്ച ആളുകളും നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്. ഹത്താ ഇദാ ലം യബ്ഖ ഇല്ലാ മൻ കാന യഅബുദുല്ലാഹ ബർറുൻ ഔ ഫാജിറുൻ വഗുബ്ബറാത്തു അഹ്ലിൽ കിതാബ്. അങ്ങനെ പിന്നീട് അവശേഷിക്കുന്നതാരാണ്? ഈ ഉമ്മത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിരുന്ന, അത് മോശക്കാരാകട്ടെ നല്ലവരാകട്ടെ, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ആളുകൾ ബാക്കിയാകും. അതേപോലെ തന്നെ വേദക്കാരിൽപ്പെട്ട ഒരു വിഭാഗവും ബാക്കിയാകും. ഫയുദ്അൽ യഹൂദു ഫയുഖാലു ലഹും, അങ്ങനെ യഹൂദന്മാരെ വിളിക്കപ്പെടും. അവരോട് ചോദിക്കും, മൻ കുൻതും തഅബുദൂൻ, നിങ്ങൾ ആർക്കായിരുന്നു ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഖാലു കുന്നാ നഅബുദു ഉസൈറ ഇബ്നല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മകനായ ഉസൈർ അലൈഹിസ്സലാത്തു വസ്സലാമയെയാണ് ഞങ്ങൾ ആരാധിച്ചിരുന്നത് എന്ന് യഹൂദന്മാരിൽ ഒരു സംഘം പറയും. നമുക്കറിയാം, വഖാലത്തിൽ യഹൂദു ഉസൈറുൻ ഇബ്നുല്ലാഹ് വഖാലത്തിൻ നസാറൽ മസീഹ് ഇബ്നുല്ലാഹ്. യഹൂദന്മാർ പറയുന്നു ഉസൈർ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ മകനാണ് എന്ന്. ക്രിസ്ത്യാനികൾ പറയുന്നു ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ മകനാണ് എന്ന്. ഫയുഖാലു ലഹും, അപ്പോൾ അവരോട് പറയപ്പെടും, യഹൂദന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, കദബ്തും, നിങ്ങൾ പറയുന്നത് കളവാണ്. മത്തഖദ അല്ലാഹു മിൻ സാഹിബത്തിൻ വലാ വലദിൻ, അള്ളാഹു ഒരു ഇണയെയും സ്വീകരിച്ചിട്ടില്ല, അള്ളാഹുവിന് സന്താനവുമില്ല. സന്താനം ഉണ്ടാവണമെങ്കിൽ ഇണ വേണമല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഇണയുമില്ല, അള്ളാഹുവിന് സന്താനവുമില്ല. അള്ളാഹുവിൻ്റെ പുത്രനാണ് ഉസൈർ എന്ന നിങ്ങളുടെ വാദം കളവാണ്. ഫമാദാ തബ്ഗൂൻ, അതിനാൽ ഇപ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അപ്പോൾ അവർ പറയും, ഫഖാലു അതിഷ്ന റബ്ബന ഫസ്ഖിന, അള്ളാഹുവേ ഞങ്ങൾ വല്ലാത്ത ദാഹത്തിലാണ്, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണം എന്നവർ പറയും. ഫയുഷാറു അലാ തരിദൂൻ ഫയുഹ്ശറൂന ഇലന്നാർ കഅന്നഹാ സറാബുൻ യഹ്തിമു ബഅ്ദുഹാ ബഅ്ദാ. ഒരു മരീചിക പോലെ ഒന്നിനു മേലെ ഒന്നായി
അട്ടിയായിട്ടുള്ള നരകം, ആ നരകത്തിലേക്ക് അവർ ചൂണ്ടിക്കാണിക്കപ്പെടും. അങ്ങനെ അവർ ആ നരകത്തിലേക്ക് ഫയതസാഖതൂന ഫിന്നാർ, നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. അപ്പോൾ അവർ അള്ളാഹുവിനെ ആരാധിച്ചു എന്ന് അവർ വിചാരിച്ചു യഹൂദന്മാർ. പക്ഷേ അവർ അള്ളാഹുവിന് പുത്രനുണ്ടെന്ന് പറഞ്ഞ ആ പുത്രനെയും ആരാധിച്ചിരുന്നു. അതുകൊണ്ട് ബഹുദൈവാരാധകരുടെ കൂടെ അവരും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അവർ ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അന്ന് കുടിക്കാൻ വെള്ളം കിട്ടുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നീട് ക്രിസ്ത്യാനികൾ വിളിക്കപ്പെടും. അവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനെയായിരുന്നു ആരാധിച്ചു കൊണ്ടിരുന്നത്? അപ്പോൾ അവർ പറയും, ഖാലു കുന്നാ നഅ്ബുദുൽ മസീഹ ഇബ്ന അല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മകനായ മസീഹ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ആരാധിച്ചു കൊണ്ടിരുന്നത്. ഫയുഖാലു ലഹും, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും, കദബ്തും മത്തഖദല്ലാഹു മിൻ സാഹിബത്തിൻ വലാ വലദ്, അള്ളാഹുവിന് ഇണയുമില്ല, അള്ളാഹുവിന് കുട്ടിയുമില്ല, നിങ്ങളുടെ വാദം കളവാണ്. ഫയുഖാലു ലഹും മാദാ തബ്ഗൂൻ, അവരോട് ചോദിക്കും, നിങ്ങളും എന്താണ് ആഗ്രഹിക്കുന്നത്? ഫകദാലിക് മിസ്ല അൽ അവൽ, അങ്ങനെ ആദ്യ യഹൂദന്മാർ പറഞ്ഞതുപോലെ ഇവരും പറയും, ഞങ്ങൾക്ക് ദാഹിക്കുന്നു, വെള്ളം വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നരകത്തിലേക്ക് ചൂണ്ടിക്കാണിക്കും. അങ്ങനെ അവരും നരകത്തിലേക്ക് എറിയപ്പെടുന്നതാകുന്നു, അവരും നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാകുന്നു. ഹത്താ ഇദാ ലം യബ്ഖ ഇല്ലാ മൻ കാന യഅ്ബുദുല്ലാഹ മിൻ ബർരിൻ ഔ ഫാജിരിൻ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത, നല്ലവരാകട്ടെ ചീത്തയാളുകളാകട്ടെ, പക്ഷേ ശിർക്ക് ചെയ്യാത്ത അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത ആളുകളെ അവർ മാത്രം അവിടെ ബാക്കിയാകും. അതാഹും റബ്ബുൽ ആലമീൻ ഫീ അദ്നാ സൂറത്തിൻ മിനല്ലത്തി റഔഹു ഫീഹാ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവർ കണ്ട, നേരത്തെ കണ്ടതിൽ നിന്ന് താഴെയുള്ള ഒരു രൂപത്തിലാണ് അള്ളാഹു അവരുടെ മുന്നിലേക്ക് വരിക. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഉലമാക്കൾ പറഞ്ഞു, മഹ്ശറിലെത്തുമ്പോൾ ഒരു തവണ ആദ്യം അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണുന്നുണ്ട് വിശ്വാസികൾ. അതുകൊണ്ട് തന്നെ ആ വിശ്വാസികൾക്കിടയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വരും, പക്ഷേ നേരത്തെ വന്ന രൂപത്തിലല്ല. എന്നിട്ട് അവരോട് ചോദിക്കും, ഫയുഖാലു മാദാ തൻതളിറൂന തത്ബഉ കുല്ലു ഉമ്മത്തിൻ മാ കാനത് തഅബുദ്, എല്ലാവരും അവർ ആരാധിച്ചതിൻ്റെ പിന്നാലെ പോയല്ലോ, നിങ്ങൾ മാത്രം എന്താണ് ഇവിടെ ബാക്കിയായത്? എല്ലാ ബഹുദൈവാരാധകരും നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. അതിനുശേഷം യഹൂദന്മാർ, അതിനുശേഷം ക്രൈസ്തവർ, പിന്നീട് മുസ്ലിമീങ്ങൾ മാത്രം ബാക്കിയാകുമ്പോൾ അവരോട് ചോദിക്കും, നിങ്ങൾ മാത്രം എന്താണ് വെയിറ്റ് ചെയ്യുന്നത്? ആരെയാണ് കാത്തു നിൽക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ അവരുടെ പിന്നാലെ പോയില്ല? ഖാലു, അപ്പോൾ അവർ പറയും, ഫാറഖ്ന അന്നാസ ഫിദ്ദുനിയ അലാ അഫ്ഖറ മാ കുന്നാ ഇലൈഹിം വലം നുസാഹിബുഹും, ഞങ്ങൾക്കവർ വളരെയധികം ആവശ്യമുണ്ടായിരുന്ന ദുനിയാവിൽ പോലും ഞങ്ങൾ അവരുടെ കൂടെ കൂടിയിട്ടില്ല. കാരണം അവർ ബഹുദൈവാരാധകരായിരുന്നു, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരായിരുന്നു. ആ ആദർശം ഞങ്ങൾ സ്വീകരിച്ചില്ല, ആ ആദർശം ഞങ്ങൾ കൈയൊഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ തൗഹീദിൻ്റെതായ ആദർശവും അതിൻ്റേതായ ജീവിത രീതികളും സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഞങ്ങൾ അവരുടെ കൂടെ പോവുകയില്ല. ഞങ്ങൾ ദുനിയാവൊന്നും പോയിട്ടില്ല, ഇവിടുന്നും ഞങ്ങൾ അവരുടെ കൂടെ പോവുകയില്ല. വനഹ്നു നൻതളിറു റബ്ബനല്ലദീ കുന്നാ നഅ്ബുദു, ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്ന ഞങ്ങളുടെ റബ്ബിനെയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഞങ്ങൾ അള്ളാഹുവിനെയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഫയഖൂലു, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, അന റബ്ബുക്കും, ഞാനാകുന്നു നിങ്ങളുടെ രക്ഷിതാവ്. ഫയഖൂലൂൻ, അപ്പോൾ അവർ പറയും, ലാ നുശ്രികു ബില്ലാഹി ഷൈഅ മറത്തൈനി ഔ സലാസ, ഞങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയില്ല, ഞങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയില്ല എന്ന് അവർ 3 തവണയോളം ആവർത്തിച്ചു പറയുമെന്നാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെയാണ്. അഥവാ ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മനസ്സിലാകാത്ത രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ അവരത് അംഗീകരിക്കുകയില്ല. ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ മാത്രമേ പിന്തുടരൂ എന്ന് പറയും. പിന്നീടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശരിയായ രൂപത്തിൽ അവരിലേക്ക് വരികയും അവർ ഇപ്പോഴാണ് നീ ഞങ്ങളുടെ രക്ഷിതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബിൻ്റെ കൂടെ അവർ ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇതേ സംഭവം വിശദീകരിക്കുന്നിടത്ത് ഫയുഖാലു ലഹും, വിശ്വാസികളോട് പറയപ്പെടും, മാ യഹ്ബിസുക്കും വഖദ് ദഹബന്നാസ്, ജനങ്ങളൊക്കെ പോയി ഓരോരുത്തരും അവരുടെ ആരാധ്യന്മാരുടെ പിന്നാലെ പോയി, അവരൊക്കെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു, നിങ്ങൾ മാത്രം എന്താണ് ഇവിടെ നിൽക്കുന്നത്? ഫയഖൂലൂന ഫാറഖ്നാഹും വനഹ്നു അഹ്വജു മിന്നാ ഇലൈഹിൽ യൗം, തീർച്ചയായും ഞങ്ങൾ അവരെ വിട്ടിരിക്കുന്നു, ഇന്ന് ഞങ്ങൾ അള്ളാഹുവിലേക്കാണ് ഏറ്റവും ആവശ്യക്കാരായിട്ടുള്ളത്. വ ഇന്നാ സമിഅനാ മുനാദിയൻ യുനാദി, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുന്നത് ഞങ്ങൾ കേട്ടിരിക്കുന്നു. ലിയൽഹഖ് കുല്ലു ഖൗമിൻ ബിമാ കാനൂ യഅ്ബുദൂൻ,
വഇന്നമാ നൻതദിറു റബ്ബന, എല്ലാവരും അവർ ആരാധിച്ചതിൻ്റെ പിന്നാലെ പോകണമെന്ന ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു, അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഫഖാല ഫയഅതിഹുൽ ജബ്ബാറു ഫീ സൂറത്തിൻ ഗൈരി സൂറത്തിഹി അല്ലതി റഅവഹു ഫീഹാ അവ്വല മറ, ആദ്യ തവണ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രൂപത്തിൽ റഹ്മാനായ റബ്ബ് അവരുടെ അടുക്കൽ ചെല്ലും. ഈ ഹദീസും വ്യക്തമാക്കുന്നത് ആദ്യ തവണ അല്ലാഹു സുബ്ഹാനഹു തആലയെ അവർ കാണുന്നുണ്ട്. അപ്പോൾ മറ്റൊരു രൂപത്തിൽ വരുമ്പോൾ അവർ പറയും, എന്നിട്ട് അല്ലാഹു പറയും ഫയഖൂലു അന റബ്ബുക്കും, ഞാനാകുന്നു നിങ്ങളുടെ രക്ഷിതാവ് എന്ന് അവർ പറയും. ഫയഖൂലൂന, അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ പറയും. എന്നാൽ യഥാർത്ഥ രൂപത്തിൽ വരുമ്പോൾ അവർ പറയും അൻത റബ്ബുന ഫലാ യുകല്ലിമുഹു ഇല്ലൽ അംബിയ, അങ്ങനെ അംബിയാക്കളല്ലാതെ അന്ന് സംസാരിക്കുകയില്ല. ഫയഖൂലു, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, ഹൽ ബൈനക്കും വ ബൈനഹു ആയത്തുൻ താരിഫൂനഹു, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ തിരിച്ചറിയാനുള്ള വല്ല അടയാളവുമുണ്ടോ? ഫയഖൂലൂന അസ്സാഖു, ഉണ്ട്, അസ്സാഖുണ്ട്, കണങ്കാലുണ്ട് എന്ന് പറയപ്പെടും. ഫയക്ഷിഫു അൻ സാഖിഹി, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ കണങ്കാൽ പ്രകടമാക്കും, വെളിവാക്കും. ഫയസ്ജുദു ലഹു കുല്ലു മുഅ്മിനിൻ, എല്ലാ വിശ്വാസികളും സുജൂദ് ചെയ്യും. വയബ്ഖാ മൻ കാന യസ്ജുദു ലില്ലാഹി റിയാഅൻ വസുമഅതൻ, എന്നാൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയും പ്രീതിയും പ്രശംസയും കിട്ടാൻ വേണ്ടിയും സുജൂദ് ചെയ്ത ആളുകളൊക്കെ അവശേഷിക്കും, അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല. ഫയദ്ഹബു കൈമാ യസ്ജുദ്, അവർ സുജൂദ് ചെയ്യാൻ ആഗ്രഹിക്കും, സുജൂദ് ചെയ്യാൻ വേണ്ടി അവർ മുന്നിട്ട് വരും. പക്ഷേ ഫയഊദു ലഹുറുഹു തബഖൻ വാഹിദ, അവരുടെ മുതുക് ഒരൊറ്റ സ്ട്രെയിറ്റ് ആയിട്ട് നിലകൊള്ളും, വളയ്ക്കാൻ കഴിയില്ല. സുമ്മ യുഅ്താ ബിൽ ജസ്രി ഫയുജ്അലു ബൈന ളഹറൈ ജഹന്നം, അതിനുശേഷം സിറാത്ത് കൊണ്ടുവരപ്പെടും, അത് നരകത്തിൻ്റെ മേൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ഇതും ഗൗരവമേറിയൊരു ഹദീസാണ്. ഈ 3 ഹദീസുകൾ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന 3 ഹദീസുകൾ, ഈ 3 ഹദീസുകളും ജംഅ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യും, ഓരോരുത്തരും ആരാധിച്ചിരുന്ന ദൈവങ്ങളുടെ പിന്നാലെ പോകാൻ. അങ്ങനെ ബഹുദൈവാരാധകരെല്ലാം നരകത്തിൽ ആപതിക്കും. പിന്നീട് യഹൂദരും ക്രൈസ്തവരും ബാക്കിയാകും. അവരോട് ചോദിക്കും, അവർ അള്ളാഹുവിന് മക്കളുണ്ട് എന്നുള്ള രൂപത്തിൽ സംസാരിക്കും, അതും ഷിർക്കിൻ്റെ ഭാഗം തന്നെ എന്ന് പറയപ്പെടുകയും യഹൂദരും ക്രൈസ്തവരും നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യും. പിന്നീട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച നല്ലവരും ചീത്തയായ ആളുകളും മുനാഫിഖീങ്ങളും ബാക്കിയാവും. ശ്രദ്ധിക്കുക, മുനാഫിഖീങ്ങൾ നല്ലവരും ചീത്ത ആയ ആളുകളുമായ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തവർ അവശേഷിപ്പിക്കപ്പെടും. അങ്ങനെ അവരുടെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ആദ്യം കണ്ട രൂപത്തിലല്ലാതെ മറ്റൊരു രൂപത്തിൽ ചെല്ലും. അപ്പോൾ അവർ പറയും, ഇതല്ല ഞങ്ങളുടെ റബ്ബ് എന്ന് പറയും. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ കണ്ട ശരിയായ രൂപത്തിൽ ചെല്ലും. അപ്പോൾ അവർ പറയും, നീയാകുന്നു ഞങ്ങളുടെ റബ്ബ് എന്നവർ പറയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ തിരിച്ചറിയാനുള്ള വല്ല അടയാളവും നിങ്ങൾ പഠിച്ചു വച്ചിട്ടുണ്ടോ, മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ടോ? അവർ പറയും, അസ്സാഖു, കണങ്കാലാണ് അത് എന്ന് പറയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ കണങ്കാൽ വെളിവാക്കുമ്പോൾ അവർക്കത് ദൃശ്യമാകും. അങ്ങനെ ഫയസ്ജുദു ലഹു കുല്ലു മുഅ്മിനിൻ, എല്ലാ യഥാർത്ഥ തൗഹീദുള്ള ശരിയായ വിശ്വാസികളൊക്കെ അപ്പോൾ സുജൂദ് ചെയ്യുന്നതാണ്. എന്നാൽ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടിയും മറ്റു പല താല്പര്യങ്ങൾക്ക് വേണ്ടിയും ദുനിയാവിൽ മുസ്ലിമീങ്ങളായി അഭിനയിച്ച ആളുകൾ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളാണ് പക്ഷേ ജീവിച്ചത് മുഴുവൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടി, അവർ സുജൂദ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ പോലും അവരുടെ മുതുക് വളയുകയില്ല, അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള ആ മുനാഫിഖീങ്ങളും പിന്നീട് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. പിന്നെയാണ് നരകത്തിൻ്റെ മേലെ കൂടി സിറാത്ത് സ്ഥാപിക്കപ്പെടുന്നത്. സിറാത്തിലൂടെ വിശ്വാസികൾ മാത്രമേ കടക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ തൗഹീദുള്ള ആളുകൾ മാത്രം. അവരിൽ തന്നെ തിന്മയുള്ള ആളുകൾ ആ സിറാത്തിൽ നിന്ന് നരകത്തിലേക്ക് പതിക്കും. ഇൻഷാ അല്ലാഹ് സിറാത്തിനെ കുറിച്ച് നാം വിശദീകരിക്കുമ്പോൾ അത് പറയും. എന്നാൽ പുറമെ വിശ്വാസികളാണെന്ന് നടിക്കുകയും ഉള്ളിൽ തീരെ വിശ്വാസമില്ലാതിരുന്ന മുനാഫിക്കീങ്ങളും സുജൂദ് ചെയ്യാൻ പറ്റാതെ അവരുടെ യഥാർത്ഥ തനിനിറവും അന്ന് വെളിവാക്കപ്പെടും. അങ്ങനെ ഓരോരുത്തരുടെ തനിനിറം വെളിവാക്കപ്പെടും. ബഹുദൈവാരാധകർ പ്രത്യക്ഷത്തിൽ തന്നെ ബഹുദൈവാരാധകരാണ് എന്ന് വ്യക്തമായതിനാൽ, അവരത് അംഗീകരിക്കുന്നതിനാൽ അവരാണ് ആദ്യം നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക. പിന്നീട് യഹൂദന്മാരും ക്രൈസ്തവരുടെയും ശരിയായ നിലപാട്, അതിനുശേഷം മുനാഫിക്കീങ്ങളുടെ നിലപാട്, പിന്നീട് വിശ്വാസികളായ ആളുകൾ മാത്രം അവശേഷിക്കും. അവരാണ് പിന്നീട് സിറാത്തിലൂടെ പ്രവേശിപ്പിക്കപ്പെടുന്നത്.
അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നാം വിശദീകരിക്കും. ഈ പറഞ്ഞ ഹദീസിലെ ആശയമാണ് സൂറത്തുൽ ഖലമിലെ 42-ാമത്തെ ആയത്തിൽ നമ്മൾ കാണുന്നത്. യൗമ യുക്ഷഫു അൻ സാഖിൻ വയുദഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ. കണങ്കാൽ വെളിവാക്കപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ കണങ്കാൽ വ്യക്തമാക്കുന്ന ദിവസമാണെന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. വയുദഊന ഇല സുജൂദ്, സുജൂദ് ചെയ്യാൻ അവർ വിളിക്കപ്പെടും. ഫലാ യസ്തതിഊൻ, അന്നവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല എന്നാണ്. മുഅ്മിനുകൾക്ക് മാത്രമേ സുജൂദ് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലാത്തവർക്കൊന്നും അന്ന് സുജൂദ് ചെയ്യാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാത്തരം ശിർക്കിൽ നിന്നും സത്യനിഷേധത്തിൽ നിന്നും അതേപോലെ തന്നെ എല്ലാത്തരം റിയായിൽ നിന്നും നിഫാഖിൽ നിന്നും സുമഅത്തിൽ നിന്നും എല്ലാം കാത്തുരക്ഷിക്കുകയും ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരിൽ അവൻ നാം ഏവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഹാഫിദ് ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാ, അൽ ഹാഫിദ് ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തിയത് കാണാം. വഅലം അന്ന الناس منقسمون إلى مؤمن يعبد الله وحده ولا شريك به شيئا ومشرك يعبد مع الله غيره فأما المشركون فإنهم لا يمرون على الصراط إنما يقعون في النار قبل وضع الصراط ويدل على ذلك ما في الصحيحين. ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാ പറയുന്നത്, ജനങ്ങൾ അന്ന് വിശ്വാസികളെന്നും അല്ലാത്തവരെന്നും വേർതിരിക്കപ്പെടും. എന്നിട്ട് തനിച്ച നിഷേധികളായ ആളുകളെല്ലാം നരകത്തിൽ ഡയറക്റ്റ് പ്രവേശിപ്പിക്കപ്പെടും. അവർ സിറാത്തിലൂടെ പ്രവേശിക്കേണ്ടെന്ന് ആവശ്യമില്ല, അവർ ഡയറക്റ്റ് നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും. എന്നാൽ വിശ്വാസികൾ മാത്രമാണ് സിറാത്തിലൂടെ പ്രവേശിപ്പിക്കപ്പെടുക. അല്ലാത്ത യഹൂദരിലും ക്രൈസ്തവരിലും പെട്ട എല്ലാ വിശ്വാസികളും ഡയറക്റ്റ് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. നാം നേരത്തെ ഉദ്ധരിച്ച ഹദീസുകൾ അതിന് തെളിവാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്രകാരമാണ് സത്യനിഷേധികളായ ആളുകൾ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരോട് പറയും. സൂറത്തു അൽ അൻആം 128 മുതൽക്കുള്ള വചനങ്ങൾ. വയൗമ യഹ്ശുറുഹും ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് പറയും, യാ മഅ്ശറൽ ജിന്നി, ഓ ജിന്ന് വിഭാഗമേ, ജിന്നുകളുടെ സമുദായമേ, ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ്, നിങ്ങൾ മനുഷ്യരെക്കാൾ എണ്ണത്തിൽ കൂടുതലുണ്ട്. വഖാല ഔലിയാഉ മിനൽ ഇൻസ്, അപ്പോൾ മനുഷ്യരിൽപ്പെട്ട ജിന്നുകളുടെ മിത്രങ്ങൾ പറയും, റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ, അല്ലാഹുവേ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗപ്പെടുത്തി. മനുഷ്യർ ജിന്നുകൾ ഉപയോഗപ്പെടുത്തി, ജിന്ന് മനുഷ്യനെ ഉപയോഗപ്പെടുത്തി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇസ്തിംതാ അവിടെ നടക്കും, ഭൂമിയിൽ നടന്നിട്ടുണ്ട്. അത് മനുഷ്യർ ഏറ്റുപറയും. വബലഗ്ന അജലനല്ലദീ അജ്ജൽതലന, അങ്ങനെ നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച അവധി എത്തിയപ്പോൾ ഞങ്ങൾ മരണപ്പെട്ടു. അതേപോലെ തന്നെ ഇപ്പോൾ ഖിയാമത്ത് നാളും വന്നിരിക്കുന്നു. അപ്പോൾ പറയും, അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ഖാലന്നാറു മസ്വാകും ഖാലിദീന ഫീഹാ ഇല്ലാ മാഷാ അല്ലാഹ്, ഇതാ നരകം, അവിടെയാണ് നിങ്ങളുടെ വാസസ്ഥലം, നിങ്ങളവിടെ നിത്യവാസികളായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ച കാലമൊഴികെ. ഇന്ന റബ്ബക ഹക്കീമുൻ അലീം, തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് അഗാധജ്ഞനും എല്ലാം അറിയുന്നവനുമാകുന്നു. വകദാലിക നുവല്ലി ബഅദ ദ്വാലിമീന ബഅദൻ ബിമാ കാനൂ യക്സിബുൻ, അപ്രകാരം ളാലിമീങ്ങളായ ചില ആളുകൾക്ക് ളാലിമീങ്ങളായ ചില മിത്രങ്ങളെ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നതാകുന്നു അവർ ചെയ്ത തിന്മ കാരണത്താൽ. അപ്പോൾ തിന്മയുടെ ആളുകൾക്ക് തെറ്റ് ചെയ്യുന്ന കൂട്ടുകാരാണ് ഉണ്ടാവുക. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, വീണ്ടും അല്ലാഹു വിളിക്കും, ഓ മനുഷ്യരിലും ജിന്നുകളിലും പെട്ട സമൂഹമേ, അലം യഅതികും റുസുലും മിൻകും യഖുസൂന അലൈക്കും ആയാതി വയുൻദിറൂനകും ലിഖാഅ യൗമികും ഹാദാ, ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്ന് എൻ്റെ പ്രവാചകന്മാർ നിങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടില്ലായിരുന്നോ? ഖാലു, അവർ പറയും, ഷഹിദിന അല അൻഫുസിന, ഞങ്ങൾക്കെതിരിൽ സാക്ഷ്യം പറയുന്നു, ശരിയാണ് വന്നിരുന്നു, പക്ഷേ ഞങ്ങളതൊന്നും പിൻപറ്റിയില്ല. വഗറത്തുഹുമുൽ ഹയാത്തുദ്ദുനിയ, ഐഹിക ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞു. വഷഹിദു അല അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ, അവരെല്ലാവരും അന്ന് സ്വയം അംഗീകരിക്കും ഞങ്ങൾ സത്യനിഷേധികളായിരുന്നു. എല്ലാവരും പറയും, നരകാവകാശികൾ മുഴുവൻ പറയും, ഞങ്ങളിതിന് അവകാശപ്പെട്ടവരാണ്, ഞങ്ങളതിന് സാക്ഷികളാണ്. അപ്പോൾ അന്ന് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരെയും ജിന്നുകളെയും വിളിക്കും. അവർ പരസ്പരം സമ്മതിക്കും, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സത്യനിഷേധത്തിലും തോന്നിവാസ പ്രവർത്തനങ്ങളിലും പരസ്പരം ഉപകാരമെടുത്തു. ജിന്നുകൾ മനുഷ്യരെയും മനുഷ്യർ ജിന്നുകളെയും ഉപയോഗപ്പെടുത്തി. അപ്പോൾ അള്ളാഹു ചോദിക്കും, ഈ ഒരു ലോകത്തെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്ന റസൂലുകൾ വന്നിട്ടില്ലായിരുന്നോ? അതേ എന്ന് അവർ അംഗീകരിക്കും. പക്ഷേ ഞങ്ങളെ ഭൗതിക ജീവിതം ഞങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അങ്ങനെ അവർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്ന് സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നു. അതേപോലെ തന്നെ സൂറത്തു സുമർ 71-72 ആയത്തുകൾ,
വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ, സത്യനിഷേധികളെ കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുവരപ്പെടുന്ന ദിവസം. ഹത്താ ഇദാ ജാഊഹ, അങ്ങനെ അവർ നരകത്തിൻ്റെ അടുക്കലേക്ക് എത്തുമ്പോൾ ഫുതിഹത് അബ്വാബുഹ, ആ നരകത്തിൻ്റെ വാതിലുകളെല്ലാം തുറക്കപ്പെടും. വഖാല ലഹും ഖസനതുഹ, അപ്പോൾ നരകത്തിൻ്റെ കാവൽക്കാർ ഇവരോട് ചോദിക്കും, അലം യഅതികും റുസുലും മിൻകും യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും വയുൻദിറൂനകും ലിഖാഅ യൗമിക്കും ഹാദാ ഖാലൂ ബലാ വലാകിൻ ഹഖ്ഖത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ ഖീല ദുഖുലൂ അബ്വാബ ജഹന്നമ ഖാലിദീന ഫീഹാ ഫബിഅസ മസ്വൽ മുതകബ്ബിരീൻ. കൂട്ടം കൂട്ടമായി, നേരത്തെ പറഞ്ഞല്ലോ, ഓരോ വിഭാഗം ആളുകളും അവർ ആരാധിച്ചതിൻ്റെ പിന്നാലെ പോയി അങ്ങനെ കൂട്ടം കൂട്ടമായി അവർ നരകത്തിൽ ചെന്നാപതിക്കും. അവരോട് പറയപ്പെടും, ഖീല ദുഖുലൂ അബ്വാബ ജഹന്നം, നരകത്തിൻ്റെ 7 വാതിലുകളിലൂടെയും പ്രവേശിച്ചു കൊള്ളുക. അങ്ങനെ അവർ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും. അഹങ്കാരികളായ ആളുകൾക്ക് എത്ര മോശമായ പര്യവസാന സ്ഥലമാണ് എന്ന് പറയപ്പെടും. അന്ന് നരകത്തിൻ്റെ കാവൽക്കാർ ചോദിക്കും, ഈ ഒരു ദിവസത്തെ സംബന്ധിച്ചും നരകത്തെക്കുറിച്ചും നിങ്ങൾക്ക് താക്കീത് നൽകുന്ന പ്രവാചകന്മാർ, പ്രബോധകന്മാർ വന്നിട്ടില്ലായിരുന്നോ? അവർ പറയും, അതേ വന്നിരുന്നു, പക്ഷേ സത്യനിഷേധികളായ ആളുകളുടെ മേൽ ശിക്ഷയുടെ കലിമത്ത് സ്ഥിരപ്പെട്ടിരിക്കുന്നു. അവർക്കതുകൊണ്ട് തന്നെ അവർ സത്യനിഷേധം കാണിച്ചതിനാൽ അവർക്ക് നരകാവകാശികളാവേണ്ടി വന്നു എന്ന ദുഃഖം, എന്ന സങ്കടം അവരന്നവിടെ സമ്മതിക്കുന്നതാണ്. പക്ഷേ അന്നത്തെ സങ്കടം കൊണ്ടോ അന്നത്തെ പശ്ചാത്താപം കൊണ്ടോ യാതൊരു കാര്യവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.